നടി സൗന്ദര്യയുടെ മരണം കൊലപാതകം. 22 വർഷത്തിനു ശേഷം നടൻ മോഹൻ ബാബുവിനെതിരെ പരാതി. 2004 ഏപ്രിൽ 17-ന് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്നതിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണാണ് സൗന്ദര്യ കൊല്ലപ്പെട്ടത്. നടി സൗന്ദര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് 22 വർഷത്തിനു ശേഷം പോലീസിൽ പരാതി നൽകി. തെലുങ്കിലെ മുതിർന്ന നടൻ മോഹൻ ബാബുവിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. നടിയുടേത് വെറും അപകടമരണമല്ലെന്നും ആസൂത്രിത കൊലപാതകമാണെന്നുമാണ് ഉയരുന്ന ആരോപണം. 21 വർഷം മുമ്പാണ് നടി മരിച്ചത്. നടൻ മോഹൻ ബാബുവാണ് അപകടത്തിന് പിന്നിലെന്നും പരാതിയിൽ പറയുന്നു. ഹെലികോപ്റ്റർ തകർന്ന് സൗന്ദര്യ കൊല്ലപ്പെട്ടത് അപകടമല്ല, കൊലപാതകമെന്നാണ് പരാതി. ഖമ്മം സ്വദേശിയായ ചിട്ടി മല്ലു എന്നയാളാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. മോഹൻ ബാബുവുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കമാണ് സൗന്ദര്യയുടെ മരണത്തിന് പിന്നിലെന്നാണ് ആരോപിക്കുന്നത്. നടി മരണപ്പെടുന്നതിന് മുമ്പ് ഷംഷാദ് മേഖലയ്ക്ക് സമീപത്തായി ജൽപ്പള്ളിയിൽ 6 ഏക്കർ ഭൂമി വാങ്ങിയിരുന്നു. ഭൂമി തനിക്ക് വിൽക്കണമെന്ന് മോഹൻ ബാബു സൗന്ദര്യയോട് ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി ഇടപാട് എതിർത്തെന്നാണ് വിവരം. ഈ ഭൂമി കിട്ടാൻ വേണ്ടി മോഹൻ ബാബു സൗന്ദര്യയെ കൊലപ്പെടുത്തിയെന്നാണ് പരാതി. മോഹൻ ബാബുവും മകൻ മഞ്ജു മനോജും തമ്മിലുള്ള വസ്തുതർക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. പിന്നാലെയാണ് ഒരു സ്വകാര്യ വ്യക്തി ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ 17-ന് അപകടത്തിന് 21 വയസ്സ് പൂർത്തിയാവുകയാണ്. 2004 ഏപ്രിൽ 17-നാണ് ബാംഗ്ലൂരിനടുത്ത് ജക്കൂരിൽ അപകടമുണ്ടായത്. മരിക്കുമ്പോൾ 32 വയസ്സായിരുന്നു സൗമ്യ എന്ന സൗന്ദര്യയ്ക്ക്. ദുരന്തം നടക്കുമ്പോൾ സൗന്ദര്യ BJPയിൽ ചേർന്നിട്ട് അധികകാലമായിട്ടുണ്ടായിരുന്നില്ല. കൃത്യം 1 വർഷം മുമ്പായിരുന്നു വിവാഹം നടന്നത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിനടുത്തുള്ള കരീംനഗറിലേക്ക് പോവുകയായിരുന്നു സൗന്ദര്യയും കൂട്ടരും. 4 പേർക്ക് ഇരിക്കാവുന്ന ചെറുവിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. മലയാളിയായ പൈലറ്റ് ജോയ് ഫിലിപ്പ്, സൗന്ദര്യയുടെ സഹോദരൻ അമർനാഥ് ഷെട്ടി, പ്രാദേശിക BJP നേതാവ് രമേശ് കാദം എന്നിവരാണ് അന്നത്തെ അപകടത്തിൽ മരിച്ച മറ്റുള്ളവർ. സൗന്ദര്യ അടക്കം വിമാനത്തിലുണ്ടായിരുന്ന 4 പേരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു.